ഇപ്പോൾ ഉള്ള ഈ ചുരുങ്ങിയ കാലയളവിൽ അടിയന്തരമായിട്ട് ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് പദ്ധതി? അല്ല, ഒന്ന് ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കാം. ഇത് നീണ്ടുപോകല്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ ഈ ജി സ്മാരകം പോലെ ഇതിനെല്ലാം 25 കൊല്ലത്തെ ചരിത്രമുണ്ട്. 4 നൂറ്റാണ്ടിന്റെ ബാക്കിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ വളരെ വേഗതയിലാക്കിയിട്ടുണ്ട്. അതിപ്പോൾ മേയർ എന്നുള്ള നിലയിൽ ഇലക്ഷനോ ഒന്നുമല്ല, നമ്മൾ ചെയ്ത് തീർക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യമാണ്. എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് 200 വീട് വെച്ചുള്ള 400 വീട് കൊടുക്കുന്ന ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സ്ലം റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. നിങ്ങളതൊന്നും കാണണം. അതായത് അതിൻ്റെ 13 നിലയുള്ള 2 ഫ്ലാറ്റാണ്. സാധാരണ നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്തെന്നാ, നമ്മുടെ ഒരു വലിയ സമ്പന്നര് താമസിക്കണല്ലേ. ഇത് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലാണ്, തുരുത്തിയിലാണ്. അതിൻ്റെ 13ാം നിലയിൽ ലിഫ്റ്റ് ഉണ്ട്. ഫ്ലാറ്റിന് ലിഫ്റ്റ് ഉണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് ലിഫ്റ്റ് ഉണ്ട്. 13ാം നില വേണ്ട. നിങ്ങൾ എൻ്റെ ഇപ്പുറത്ത് ഈ തുരുത്തിയിൽ ഇപ്പുറത്ത് ഞങ്ങളുടെ രാമേശ്വരം ബൗണ്ടറി കനാൽ വന്ന് തീരുന്ന സ്ഥലമാണ് കടലിലേക്ക്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് കപ്പൽ കാണാം. സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ട്. അവിടെ ചേരിയിലുണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ട് ഇതിലേക്ക് മാറ്റുന്ന പൂർത്തിയാകാറായോ? പൂർത്തിയായ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഏപ്രിലിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ അദ്ദേഹത്തിന് ഡേറ്റ് വാങ്ങിക്കുന്നത്. 400 കുടുംബങ്ങൾക്ക് 400 കുഞ്ഞു വീടാണ്. അതായത് നമ്മുടെ ഒരു ബെഡ്റൂം, ഒരു പൊതുമുറി, ഒരു കിച്ചൺ, ഒരു നമ്മുടെ ടോയ്ലറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. 1-2 ടോയ്ലറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ വീട്, പക്ഷെ മനോഹരമായ വീടുകളാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.